പത്തനംതിട്ടയിലെ 5 സീറ്റുകളും നിലനിർത്തുമെന്നാണ് LDFന്റെ വിലയിരുത്തൽ. അതേസമയം തദ്ദേശ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ മിന്നും ജയം ആവർത്തിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDFും. ജില്ലയിൽ തിരുവല്ലയും ആറന്മുളയുമാണ് BJP പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങൾ. തീർച്ചയായിട്ടും പത്തനംതിട്ട ജില്ല ചരിത്രം ആവർത്തിക്കും. 5 മണ്ഡലങ്ങളും നിലനിർത്തുമെന്ന് CPM പറയുമ്പോഴും ഭൂരിപക്ഷം വ്യക്തമാക്കാൻ ജില്ലാ നേതൃത്വത്തിന് ആകുന്നില്ല. അടൂരിലും തിരുവല്ലയിലും 5000-ൽ താഴെ ഭൂരിപക്ഷമാണ് LDF പ്രവചിക്കുന്നത്. ഇരു മണ്ഡലങ്ങളിലും LDF തിരിച്ചടി ഭയക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വാശിയേറിയ പോരാട്ടം നടന്ന ആറന്മുളയിൽ പാർട്ടി അവകാശപ്പെടുന്നത് 7000-നടുത്ത് ഭൂരിപക്ഷമാണ്. കോന്നിയാണ് CPM ഉറപ്പിച്ചു പറയുന്ന ഏക സീറ്റ്. റാന്നിയിൽ LDFന് പ്രതീക്ഷയുണ്ടെങ്കിലും CPM ജില്ലാ കമ്മിറ്റി അംഗം റോഷൻ റോയ് മാത്യുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മുന്നണിയിലെ ചില അസ്വാരസ്യങ്ങളുടെ തെളിവാണെന്നും വിലയിരുത്തലുണ്ട്. കേരള കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ റാന്നി നഷ്ടപ്പെട്ടാൽ മുന്നണിക്കുള്ളിൽ CPMന് മറുപടി നൽകേണ്ടി വരും. എന്നാൽ വ്യക്തമായ അടിത്തറ ജില്ലയിൽ ഉണ്ടായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5 മണ്ഡലങ്ങളും UDFന് നഷ്ടമായതാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലെ വീഴ്ചയും കാലുവാരലും കാരണമാണ് തോൽവി സംഭവിച്ചത് എന്ന വ്യക്തമായ ബോധ്യം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഐക്യത്തോടെ പ്രവർത്തിച്ച് തെരഞ്ഞെടുപ്പിൽ 5 സീറ്റും തിരിച്ചുപിടിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് DCC പറയുന്നു. ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം കൈവരിച്ചിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട പ്രകടനം നടത്തിയില്ലെങ്കിൽ പത്തനംതിട്ട DCC നേതൃത്വത്തിനോട് മറുപടി പറയേണ്ടി വരും. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിൽ പത്തനംതിട്ട കോൺഗ്രസിൽ പുകഞ്ഞ അസ്വാരസ്യങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ. മീഡിയ 1 പത്തനംതിട്ട.